എല്ലാവർക്കും ലിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണത്തിന് മുമ്പ് പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകൾ ട്രൈ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ പറയുന്ന ഫുഡ് ഐറ്റംസ് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടും ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടും ഒരുപാട് പേര് ഇതിനോടകം പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് വീഡിയോ ആയിട്ടും ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയും ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് പോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. ലൈഫ് സ്റ്റൈലിൽ നാം പറയുന്നതനുസരിച്ചിട്ട് ചേഞ്ചസ് കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് ബ്ലഡ് സർക്കുലേഷൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ട് കൂടുന്നതിനും ഏറ്റവും ക്വാളിറ്റിയുള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ആകുന്നതിന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിനുമൊക്കെ അത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ഒരു ടിപ്സും തന്നെ. ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന മാറ്റങ്ങളും കൂടി നിങ്ങൾ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. ഇവിടെ സംസാരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഭക്ഷ്യവസ്തുവിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ബ്ലാക്ക് കറൻറ്റിനെ പറ്റിയിട്ടാണ്. ബ്ലാക്ക് കറൻറ്റിനെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ഫെർട്ടിലിറ്റി ബെനിഫിറ്റ്സ് ഒരുപാടുള്ള ഒന്നാണ് ഈ ബ്ലാക്ക് കറൻറ്റ് എന്ന് പറയുന്നത്. വിറ്റമിൻ സിയുടെ കണ്ടന്റ് ഇതിൽ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കറൻറ്റ് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിറ്റമിൻ എ, വിറ്റമിൻ B5, B6, B1, E, മറ്റ് ആൻറ്റി ഓക്സിഡൻസ്, ഒപ്പം വിറ്റമിൻ സിയും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പ്രഗ്നൻസി ആകാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വിറ്റമിൻസിൻ്റെ എണ്ണം കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, ഇതൊക്കെ നമ്മുടെ പ്രഗ്നൻസി സാധ്യത വർദ്ധിപ്പിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. ഇനി റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വിറ്റമിനാണ് വിറ്റമിൻ സി എന്ന് പറയുന്നത്. ഇത് ബ്ലാക്ക് കറൻറ്റിൽ നന്നായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. എംബ്രിയോ ഫോം ആകുന്നതിനും ഇനി അത് ഫോം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാനും സഹായിക്കുന്ന ഒന്നാണ് വിറ്റമിൻ സി എന്ന് പറയുന്നത്. പല ആളുകൾക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ട് ഒരു മാസത്തിനകത്ത് തന്നെ പ്രഗ്നൻസി നഷ്ടമായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. ചിലർക്ക് സ്കാനിങ് വരെ എത്തിയിട്ടുണ്ടാകും, പക്ഷേ യോക്സാക്കോ എംബ്രിയോയോ അതുപോലെ ഫീറ്റൽ പോളോ അങ്ങനെ ഒന്നും തന്നെ വിസിബിൾ ആകുന്നുണ്ടാകുന്നില്ല. അങ്ങനെ നമുക്ക് പ്രഗ്നൻസി നഷ്ടമായി പോകുന്നവരുണ്ടാകും. ചിലർക്ക് പകുതിക്ക് വെച്ചിട്ട് തന്നെ ഗ്രോത്ത് സ്റ്റക്കായി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും എംബ്രിയോയെ നന്നായിട്ട് നറിഷ് ചെയ്ത് അതിലേക്ക് കൊടുക്കുന്ന എല്ലാ വിറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ ഏറ്റവും ഹെൽത്തി ആയിട്ട് തന്നെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റാണ് ഈ ഹെൽത്തി ആയിട്ടുള്ളൊരു എംബ്രിയോ ഫോം ആകണമെങ്കിൽ എഗ്ഗും സ്പേമും ഒരേപോലെ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. സ്പേമിന് നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന കണ്ടൻസ് വിറ്റമിൻ സിയിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ബ്ലാക്ക് കറൻറ്റ് ഉപയോഗിക്കുമ്പോൾ വിറ്റമിൻ സിയിലൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ക്വാളിറ്റി ഉള്ള ഒരു ബീജമാണ് നമുക്ക് ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട് സഹായിച്ചതെങ്കിൽ മറ്റുള്ള ഡിഫക്ട്സ് ഒന്നും ഇല്ലാതെ മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് നന്നായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു എഗ്ഗിനെയും സ്പേമിനെയും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഫ്രീ റാഡിക്കൽസിൽ നിന്നും എഗ്ഗിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ നമുക്ക് മറ്റൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ജോയിൻസും മസിൽസിൻ്റെ ഒക്കെ പെയിൻ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പല സ്ത്രീകൾക്കും നടുവേദനയും മുട്ടുവേദനയും ഇടുപ്പ് വേദനയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. പല ആളുകളും ഈ സിറ്റുവേഷൻസിൽ വേദന സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അൺഹെൽത്തി ആയിട്ട് മാറുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇതുപോലുള്ള വേദനയൊക്കെ ഉണ്ടാകുന്നത്. അതായത് പണ്ടത്തെ സ്ത്രീകളെ അപേക്ഷിച്ച് നമുക്ക് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് ദേഹം അനങ്ങുന്ന രീതിക്കുള്ള ജോലികളൊന്നും നമുക്ക് ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് മസിൽസ് ഒക്കെ വീക്കായി പോവുകയും നമുക്ക് ഇതുപോലെയുള്ള ഇൻഫ്ലമേഷനും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. അതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജോയിൻസും മസിൽസും ഒക്കെ ഒന്ന് റിലാക്സ് ആവുന്നതിനും പെയിൻ ഒക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആക്കി കൊണ്ടുപോകുന്നു. ഹാർട്ടിൽ നിന്നുണ്ടാകുന്ന ആ രക്തത്തിൻ്റെ പമ്പിങ് ഒക്കെ കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എംബ്രിയോ ഫോം ആവാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് നടക്കാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. ഇത് ബ്ലഡ് സർക്കുലേഷൻ ഒന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല, ബ്ലഡ് ക്ലോട്ടൊക്കെ ഉണ്ടാകുന്നു, ക്ലോട്ടിംഗ് ഒക്കെ ഉണ്ടായിട്ടാണ് പോകുന്നതെങ്കിൽ എംബ്രിയോ ഫോമേഷൻ നമുക്ക് അവിടെ കൃത്യമായിട്ടൊന്നും നടക്കില്ല. അതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഹാർട്ട് നല്ല ഹെൽത്തി ആക്കി വെക്കാനും വേണ്ടിയിട്ട് ബ്ലാക്ക് കറൻറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
ചില ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു സിറ്റുവേഷനാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിലെപ്പോഴും ചൊറിച്ചിലുണ്ടാവുക, കണ്ണെപ്പോഴും വരണ്ടിരിക്കുന്നത് പോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തൊരു ഗുണം കിട്ടുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വിറ്റമിൻ സി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇമ്മ്യൂണിറ്റിയും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഇമ്മ്യൂണിറ്റി വീക്ക് ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മറ്റുള്ള ഇൻഫെക്ഷൻസും അതുപോലെ അസുഖങ്ങളും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നു. ഇത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ ചെയ്തു തുടങ്ങണം. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള വൈറൽ ഇൻഫെക്ഷൻസും ഡിസീസസും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ ഫോർമേഷനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തുമ്മുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, പെട്ടെന്ന് അസുഖങ്ങൾ, പനി, ജലദോഷം അങ്ങനെയുള്ള അലർജിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്ലാക്ക് കറണ്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തത്, ഇതിൽ പൊട്ടാഷ്യത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. പൊട്ടാഷ്യം ബ്ലഡ് ഫ്ലോ നന്നായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സാധാരണ സമയത്ത് പലർക്കും ഗ്രോത്ത് പകുതിക്ക് വെച്ച് എംബ്രിയോയുടെ നിന്ന് പോകുന്നത് അതിലോട്ടുള്ള രക്തയോട്ടം കുറയുമ്പോഴാണ്. അതുകൊണ്ടാണ് പല ഡോക്ടേഴ്സും മെക്കോസ്പിരിന്റെ മെഡിസിൻസ് നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് തരുന്നത്. ഇത് ക്ലോട്ട്സ് ഒന്നും ഇല്ലാതെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള രീതിക്കൊക്കെ ഒരു സപ്പോർട്ട് ബോഡിക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ ഓവറീസിലോട്ടും മറ്റുള്ള എല്ലാ പ്രത്യുൽപാദന അവയവങ്ങളിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാകാനായിട്ട് ഇതുമൂലം നമുക്ക് ബെനിഫിറ്റ് കിട്ടും കേട്ടോ. അടുത്തൊരു ഗുണം നമുക്ക് ഉണ്ടാകുന്നത് യൂറിനറി ഇൻഫെക്ഷൻ റെക്കറൻ്റ് ആയിട്ട് വരുന്നവർക്ക് അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്കാണ് കൂടുതൽ യൂറിനറി ഇൻഫെക്ഷൻ. രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പുരുഷന്മാരെക്കാളും കൂടുതൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് സ്ത്രീകൾക്കാണ്. ചിലവർക്കെന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ 1-2 തവണയൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ മറ്റു ചില ആളുകൾക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി കണ്ടിന്യൂസ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ആണ്, 2 മാസം ഇടവിട്ടൊക്കെ ഒരു വർഷത്തിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു എന്ന് പറയുന്നവരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വർഷത്തിൽ 2 തവണയൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും മോശമായിട്ടുള്ളൊരു കാര്യമല്ല, ഒരുപാട് നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാറുമില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ നമുക്ക് മുകളിലോട്ട് കയറാനായിട്ട് ചാൻസ് നല്ല കൂടുതലാണ്. ഇത് ഫലോപ്പിയൻ ട്യൂബിലോട്ടോ മറ്റുള്ള ശരീരത്തിലെ അവയവങ്ങളിലോട്ടൊക്കെ സ്പ്രെഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസിനെ അത് റിഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാകും. അതുകൊണ്ട് റെക്കറന്റ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നവർക്കും ബ്ലാക്ക് കറണ്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഈ ബ്ലാക്ക് കറണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സാധാരണയായിട്ട് നമുക്കിതിപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും അതുപോലെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വിൽക്കുന്ന ക്വാളിറ്റിയുള്ള, അതായത് കുറച്ച് അതിന് വേണ്ടിയിട്ട് മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോഴ്സ് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ ഇത് മേടിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് ഓൺലൈനായിട്ടും ഇത് മേടിക്കാം. ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പീരിയഡ്സിൻ്റെ സമയത്ത്, ഓവുലേഷൻ്റെയോ ഇംപ്ലാന്റേഷൻ്റെയോ സമയത്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ടൈം പീരീഡ് ഇല്ല, അതായത് ഈ സമയം വരെ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു റെസ്ട്രിക്ഷൻ ഇതിനില്ല കേട്ടോ. ബ്ലാക്ക് കറണ്ടിൻ്റെ ജാം, അതുപോലെ ബ്ലാക്ക് കറണ്ടിൻ്റെ ഐസ്ക്രീം, ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ ഷേക്സും നിങ്ങൾ കണ്ടിട്ടും കുടിച്ചിട്ടും ഒക്കെ ഉണ്ടാകും. പക്ഷേ സാധാരണയായിട്ട് അങ്ങനെയുള്ളൊരു ഫോമിൽ നിങ്ങൾ എടുക്കുന്നതിനേക്കാളും നല്ലത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് ആയിട്ട് ബ്ലാക്ക് കറണ്ടിൻ്റെ ഡ്രൈഡ് ആയിട്ടുള്ള ബ്ലാക്ക് കറണ്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് കറണ്ടിൻ്റെ ഫ്രൂട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളവർക്ക് അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളതോ യൂസ് ചെയ്യാവുന്നതാണ്. ഡ്രൈഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടിൻ്റെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അത് നിങ്ങളിപ്പോൾ നട്ട്സൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനൊപ്പം ഈവനിങ് സമയത്ത് ഒരു കയ്യിൽപ്പടിയിൽ ഒതുങ്ങുന്ന കുറച്ച് ബ്ലാക്ക് കറണ്ട് എടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി വേറെ നട്ട്സ് ഒന്നും ഉപയോഗിക്കാത്തവരാണെങ്കിലും നിങ്ങൾക്ക് ബ്ലാക്ക് കറണ്ട് അല്ലാതെ ഒരു ഈവനിങ് സമയത്തോ അല്ലെങ്കിൽ മോർണിംഗ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിന് ശേഷമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ ഷേക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ബീറ്റ്റൂട്ടും അതുപോലെ വാട്ടർമെലണും ജിഞ്ചറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡ്രിങ്ക്സ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ബനാനയുടെ ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള ഷേക്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ അതിലാണെങ്കിലും ബ്ലാക്ക് കറണ്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷേക്സിൽ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് ബ്ലാക്ക് കറണ്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.